അമേരിക്കയും ഇസ്രയേലും കാലിയാക്കാൻ ശ്രമിക്കുന്ന പലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിലുള്ള അമേരിക്കയേക്കാൾ വിശ്വസനീയമായ പങ്കാളിയാകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തുന്ന സൂത്രവാക്യമായാണ് വിശകലന വിദഗ്ധർ കാണുന്നത്. പാശ്ചാത്യ സഖ്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ അമേരിക്കയും സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്ന് ഉൾവലിയുന്ന ജർമ്മനിയും ബ്രെക്സിറ്റിന് ശേഷമുള്ള അപ്രസക്തത കൈകാര്യം ചെയ്യാൻ ശ്രമം നടത്തുന്ന ബ്രിട്ടനെയും തള്ളി സ്വതന്ത്ര ലോകത്തിന്റെ നേതാവെന്ന പട്ടത്തിനായി ആവേശത്തോടെ പ്രവർത്തിക്കുന്ന അതിമോഹിയായ രാഷ്ട്രീയക്കാരനാണ് മാക്രോൺ എന്നാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിലെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ പ്രൊഫസർ മോണിക്ക മാർക്സ് അഭിപ്രായപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയന്റെ അമേരിക്കയില്ലാത്ത ഭാവിക്കായാണ് കൗശലക്കാരനായ മാക്രോൺ തന്റെ ചരടുവലികൾ നടത്തുന്നത്. പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് പിന്തുണയ്ക്കുന്നത് സത്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള ഒരു തിരിച്ചടിയാണ്. ഈ രാജ്യങ്ങളെ തന്നെ ആശ്രയിക്കാതെ പുറത്തേക്കും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഫ്രാൻസ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഏകദേശം 80 വർഷമായി നിലനിൽക്കുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളിലേക്കുള്ള തിരിച്ചുവരവിനെ മാക്രോൺ പിന്തുണച്ചിരുന്നു. ജൂണിൽ സൗദി അറേബ്യയുമായി ചേർന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം പാരീസ് സംഘടിപ്പിക്കുമെന്ന് ഏപ്രിൽ 7 അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തെ ചെറുക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവയുടെ നിലപാടുകളുമായി ഫ്രാൻസും യോജിക്കുകയാണ്. തന്റെ നിലപാട് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഖത്തറിനൊപ്പം ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രധാന മധ്യസ്ഥരായ റിയാദുമായും ഈജിപ്തുമായും തന്ത്രപരമായ പങ്കാളിത്തം മാക്രോൺ വളർത്തിയെടുത്തു. ഏപ്രിൽ 6 കെയ്റോയിലേക്കുള്ള സന്ദർശന വേളയിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസിയെയും ജോർദാൻ രാജാവ് അബ്ദുള്ളയെയും അദ്ദേഹം കണ്ടുമുട്ടി. ഈജിപ്തിന്റെ സംഘർഷാനന്തര ഗാസ പുനർനിർമ്മാണ പദ്ധതിക്കും പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിയുടെ അതിന് നിർദ്ദിഷ്ട ഭരണത്തിനും പിന്തുണ ആവർത്തിച്ചു. ഗാസയിൽ റിവിയേര ശൈലിയിലുള്ള റിസോർട്ട് നിർമ്മിക്കാനുള്ള ട്രംപിന്റെ വിവാദ നിർദ്ദേശത്തിനെതിരെയും ഫ്രാൻസ് ശബ്ദമുയർത്തി. ട്രംപ് തന്റെ സ്ഥലംമാറ്റ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയതായി തോന്നുമെങ്കിലും ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കാനുള്ള ത്വരിതപ്പെടുത്തിയ ശ്രമത്തിന്റെ ഭാഗമായി നിരവധി ഇസ്രയേലി മന്ത്രിമാർ ഇത് സ്വീകരിച്ചു. ഇത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതകളെ കൂടുതൽ അപകടത്തിലാക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിനിടയിൽ പലസ്തീൻ അംഗീകാരത്തിനായുള്ള ഫ്രാൻസിന്റെ ശ്രമം ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യത ദിവസം ചെല്ലുന്തോറും കൂടുതൽ ദുഷ്കരമാകുന്നു എന്നാണ് ഫ്രഞ്ച് രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ സൗഹർ മെഡിനി പറഞ്ഞത്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിന്റെ അധിനിവേശം ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ഏതാണ്ട് അസാധ്യമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലേക്ക് നീങ്ങുന്നതിലൂടെ ട്രംപ് ഭരണകൂടത്തിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനും പിന്നിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഐക്യപ്പെടുന്നില്ല എന്ന സന്ദേശം മിഡിൽ ഈസ്റ്റിനും ആഗോള ദക്ഷിണേഷ്യക്കും ഫ്രാൻസിന് അയക്കാൻ കഴിയുമെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള റിസ്ക് കൺസൾട്ടൻസിയായ ഗൾഫ് സ്റ്റേറ്റ് അനലിറ്റിക്സിന്റെ സിഇഒ ജോർജിയോ കഫീറോ പറയുന്നത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള മാക്രോണിന്റെ പദ്ധതി ഫ്രാൻസിലെയും മറ്റു യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളിലെയും പലരുമായും യോജിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവയിൽ പലതും കഴിഞ്ഞ വർഷം UN പ്രത്യേക കമ്മിറ്റി വംശഹത്യക്ക് തുല്യമാണെന്ന് പറഞ്ഞ ഒരു സംഘർഷത്തിനിടയിലാണ് ഈ നടപടി സ്വീകരിച്ചത്. ഗാസയിലെ സംഭവങ്ങളിൽ ഫ്രാൻസിനുള്ള സ്വാധീനം കുറവാണ് എങ്കിലും സമാന ചിന്താഗതിക്കാരായ നിരവധി പാശ്ചാത്യ രാജ്യങ്ങളെയും അറബ് പങ്കാളികളെയും ഏകോപിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവ് ഫ്രാൻസിന്റെ ശബ്ദത്തിൽ പ്രതിധ്വനിക്കുന്നു എന്നാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസി തിങ്ക് ടാങ്കിലെ വിസിറ്റിംഗ് ഫെലോ ആയ മെഡിനി പറയുന്നത്. 2012 UN പലസ്തീന് അംഗമല്ലാത്ത നിരീക്ഷക പദവിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ഫ്രാൻസിന്റെ തീരുമാനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് വിശാലമായ പിന്തുണ നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നും മെഡിനി ചൂണ്ടിക്കാട്ടി. ഫ്രാൻസ് ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് നയതന്ത്ര അംഗീകാരം നൽകിയാൽ അത് UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമായ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതുവഴി അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരു നയതന്ത്ര ഡൊമിനോ പ്രഭാവം സൃഷ്ടിക്കപ്പെടും. ഗാസയിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളുടെയും കഴിഞ്ഞ വർഷം ലബനനിലും സിറിയയിലും ഇസ്രയേൽ നടത്തിയ അധിനിവേശങ്ങളുടെയും പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള അമേരിക്കയുടെ പിന്തുണയിൽ ഗൾഫ് അറബ് നേതാക്കൾക്കും പൗരന്മാർക്കും അതൃപ്തിയുള്ള പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള ഫ്രാൻസിന്റെ നീക്കം ഒരു പരിധിവരെ വിജയം കാണാനാണ് സാധ്യത. മധ്യേഷ്യയിലെ സുരക്ഷാ വിഷയങ്ങളിൽ കൂടുതൽ യുക്തിസഹമായ സമീപനം സ്വീകരിക്കുന്ന കൂടുതൽ ന്യായയുക്തമായ ശക്തിയാണ് ഫ്രാൻസ് എന്ന സന്ദേശം ഗൾഫ് അറബ് രാജ്യങ്ങൾക്ക് നൽകുക എന്നതാണ് മാക്രോണിന്റെ ശ്രമങ്ങളുടെ ലക്ഷ്യം. സഖ്യ രാജ്യങ്ങളെ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് നേതാക്കളെ
ആകർഷിക്കാനുള്ള ഒരു മികച്ച അവസരമായാണ് അമേരിക്കയുടെ പിന്തിരിപ്പൻ നീക്കങ്ങളെ ഫ്രാൻസ് ഇപ്പോൾ മുതലെടുക്കുന്നത്. അമേരിക്ക ചൈന വൈരാഗ്യത്തിൽ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന മധ്യശക്തികൾക്ക് തന്ത്രപരമായ സ്വയംഭരണാവകാശം പ്രോത്സാഹിപ്പിക്കുന്ന മാക്രോണിന്റെ മൂന്നാം മുറ അമേരിക്കയിലുള്ള ആശ്രയം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന UAE പോലുള്ള രാജ്യങ്ങളെ തീർച്ചയായും ആകർഷിക്കുന്ന ഘടകമാണ്. ഈ സമീപനം തന്നെയാണ് ഫ്രാൻസിന്റെ വിശാലമായ വിദേശ നയവും. ഇന്തോ പസഫിക് തന്ത്രത്തിലും 2023 ആരംഭിച്ച ഫ്രാൻസ്, ഇന്ത്യ, UAE ത്രിരാഷ്ട്ര സംരംഭം പോലുള്ള പങ്കാളിത്തങ്ങളിലും അത് വ്യക്തമാണ്. അത്തരം ചെറിയ പങ്കാളിത്തങ്ങൾ അമേരിക്ക അവശേഷിപ്പിച്ച ശൂന്യത നികത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആഗോള പങ്ക് വഹിക്കാനുള്ള ഫ്രാൻസിന്റെ ആഗ്രഹത്തെയാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ വിദേശ നയത്തോടുള്ള മേഖലയുടെ നിരാശകൾക്കിടയിലും ഗൾഫിന്റെ പ്രാഥമിക സുരക്ഷാ ഗ്യാരണ്ടി എന്ന നിലയിൽ പക്ഷേ അമേരിക്കയ്ക്ക് പകരക്കാരനാവുന്നതിൽ ഫ്രാൻസിന്റെ സമവാക്യത്തെ വിദഗ്ധർ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്.